മൊബൈൽ ഫോണുകളില്ല, ഇന്റർനെറ്റ് കണക്ഷനില്ല, സ്വന്തം ക്യാബിനറ്റ് മന്ത്രിമാർക്കോ വിശ്വസ്തരായ ഉദ്യോഗസ്ഥർക്കോ നേരിട്ട് വന്ന് കാണാൻ അനുവാദമില്ല. ഇങ്ങനെ ഒരാൾക്ക് ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ മിസൈലുകളും ആണവായുധങ്ങളുമുള്ള ഒരു രാജ്യം ഭരിക്കാൻ സാധിക്കുമോ? കേൾക്കുമ്പോൾ ഇതൊരു ഹോളിവുഡ് സ്പൈ ത്രില്ലർ സിനിമയുടെ കഥയാണ് എന്ന് തോന്നാം. പക്ഷേ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ശരിക്കും ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അത്യാധുനിക ഡ്രോണുകളെയും ഗൈഡഡ് മിസൈലുകളെയും ഭയന്ന് ഭൂമിയുടെ അടിയിലെ അതീവ രഹസ്യ ബങ്കറുകളിൽ ഒളിവിൽ കഴിഞ്ഞ് ഇറാന്റെ ഭരണം നിയന്ത്രിക്കുന്ന പുതിയ സുപ്രീം ലീഡർ ആരാണ്? മുൻ ഭരണാധികാരി അലി ഖമേനിയുടെ മരണശേഷം അധികാരമേറ്റ അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമേനി ഇപ്പോൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? അന്താരാഷ്ട്ര മാധ്യമങ്ങളായ ഫസ്റ്റ് പോസ്റ്റും ടൈംസ് ഓഫ് ഇസ്രായേലും US ഇന്റലിജൻസിനെ ഉദ്ധരിച്ച് പുറത്തുവിട്ട വിവരങ്ങൾ കേട്ടാൽ ശരിക്കും ലോകം ഞെട്ടും. ഒസാമ ബിൻ ലാദൻ പണ്ട് അമേരിക്കയെ വെട്ടിച്ച് ഒളിവിൽ കഴിഞ്ഞ അതേ രഹസ്യ പ്ലേബുക്കാണ് ഇപ്പോൾ മുജ്തബ ഖമേനിയും ഇറാനിൽ പയറ്റുന്നത്. ഇറാന്റെ ഉള്ളിൽ നടക്കുന്ന ഈ ഞെട്ടിക്കുന്ന ബങ്കർ ഭരണത്തിന്റെ രഹസ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയായ CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇറാന്റെ മൂന്നാമത്തെ സുപ്രീം ലീഡറായ മുജ്തബ ഖമേനി ഇപ്പോൾ കടുത്ത കമ്മ്യൂണിക്കേഷൻ നിയന്ത്രണങ്ങളോടെ പൂർണ്ണമായും ഒരു അജ്ഞാത കേന്ദ്രത്തിൽ ഒളിവിലാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28-നുണ്ടായ കടുത്ത മിസൈൽ ആക്രമണത്തിലാണ് ഇറാന്റെ മുൻ ഭരണാധികാരി ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടത്. അന്ന് ഈ മുജ്തബ ഖമേനിക്കും കടുത്ത പരിക്കേറ്റിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും അന്ന് കൊല്ലപ്പെട്ടു. അതിനുശേഷമാണ് കഴിഞ്ഞ മാർച്ചിൽ പുള്ളി ഇറാന്റെ പരമാധികാരിയായിട്ട് നിയമിതനായത്. പക്ഷേ അധികാരമേറ്റ അന്നു മുതൽ ഇന്ന് വരെ മുജ്തബ ഖമേനിയെ ഒരു പൊതുവേദിയിലും ആരും കണ്ടിട്ടില്ല, ഒരു പ്രസംഗം പോലും ആരും കേട്ടിട്ടുമില്ല. ശത്രുരാജ്യമായ ഇസ്രായേൽ തന്നെയും വധിച്ചേക്കാമെന്ന കടുത്ത പേടിയുള്ളതുകൊണ്ട് മുജ്തബ പൂർണ്ണമായും ഭൂമിയുടെ അടിയിലെ അതീവ സുരക്ഷിതമായ ബങ്കറിലേക്ക് മാറിക്കഴിഞ്ഞു. ഫോൺ കോളുകളോ ഇന്റർനെറ്റോ ഡിജിറ്റൽ ഉപകരണങ്ങളോ ഒന്നും പുള്ളിയുടെ അടുത്ത് പോലുമില്ല. കാരണം ഒരു ചെറിയ ഡിജിറ്റൽ സിഗ്നൽ ചോർന്നാൽ പോലും ഇസ്രായേലിന്റെ ഗൈഡഡ് മിസൈലുകൾ ബങ്കർ തകർക്കുമെന്ന് മുജ്തബയ്ക്ക് നന്നായിട്ട് അറിയാം.